ഹായ്, കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചെല്ലാം പഠിച്ചോ? അപ്പം നമുക്കിന്ന് കുറേ പുതിയ ഗ്രാഫുകൾ പരിചയപ്പെടാം. അതിനകത്ത് നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്ന ഗ്രാഫാണ് ആക്സലറേഷൻ ടൈം ഗ്രാഫ് ഫോർ ഫ്രീലി ഫോളിംഗ് ബോഡി. ഓക്കെ, ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ആക്സലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നു. വരയ്ക്കാം. ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ആക്സലറേഷൻ എത്രയാ? ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ആക്സലറേഷൻ എത്രയാ? 9.8 അല്ലേ? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. നമ്മൾ പഠിച്ചതാണ്. ഇനി ഞാൻ ചോദിക്കുന്നതിന് ആൻസർ പറയണം. നോക്കൂ, ഇവിടെ നോക്കൂ, ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ആക്സലറേഷൻ എങ്ങോട്ടാണ്? നിങ്ങൾക്ക് ആക്സലറേഷന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ അറിയാമോ? വെലോസിറ്റി കൂടുകയാണെങ്കിൽ, ഒരു ഓബ്ജക്റ്റിന്റെ വെലോസിറ്റി കൂടി വരികയാണെങ്കിൽ ആക്സലറേഷൻ ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. എന്താണ് ഞാൻ പറഞ്ഞത്? ഒരു ഓബ്ജക്റ്റിന്റെ വെലോസിറ്റി കൂടി വരികയാണെങ്കിൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ആയിരിക്കും. സോ ഇഫ് ദ വെലോസിറ്റി ഇൻക്രീസസ്, acceleration is in the same direction of velocity. If the velocity increases, acceleration is in the same direction of velocity. ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ബൈക്കിൽ പറന്നു വരുന്നു. ആരാണ്? നമ്മുടെ സുമേഷ് ബൈക്കിൽ പറന്നു വരുമ്പോഴത്തേക്ക് ഒരാൾ റോഡ് ക്രോസ് ചെയ്യുന്നു. അവൻ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ അവൻ്റെ ബൈക്കിന്റെ വെലോസിറ്റി എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പോൾ വെലോസിറ്റി കുറഞ്ഞു. വെലോസിറ്റി കുറയുമ്പം ബൈക്കിനുണ്ടാകുന്നത് ആക്സലറേഷൻ ആണോ ഡീസലറേഷൻ ആണോ? ഡീസലറേഷൻ ആണ്. എന്താ ഉണ്ടായത്? ബൈക്കിനുണ്ടായത് എന്താണ്? ഡീസലറേഷൻ ആണ്. ഓക്കെ, അപ്പോഴേ അവിടെ വെലോസിറ്റി കുറയുകയാണെങ്കിൽ ആക്സലറേഷന്റെ ഡയറക്ഷൻ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ആണ്. അപ്പൊ ഞാൻ പറയാം, എൻ്റെ പയ്യൻ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് വന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു, വെലോസിറ്റി കുറച്ചു. അപ്പൊ അവന്റെ വെലോസിറ്റി അങ്ങോട്ടായിരുന്നു, അവൻ വെലോസിറ്റി കുറച്ചു അല്ലേ? അപ്പൊ ആക്സലറേഷൻ എങ്ങോട്ടാ? ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. വെലോസിറ്റി അങ്ങോട്ടല്ലേ? അപ്പൊ ആക്സലറേഷൻ ഇങ്ങോട്ട്. അപ്പൊ അവന്റെ ബൈക്കിന്റെ വെലോസിറ്റി അവൻ കുറയ്ക്കുമ്പോൾ ആക്സലറേഷൻ ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. ഓർത്ത് വയ്ക്കണം, ഇഫ് ദ വെലോസിറ്റി ഓഫ് ആൻ ഓബ്ജക്ട് decreases, acceleration is in the opposite direction of velocity. മറക്കരുത്. if the velocity increases, acceleration is in the same direction of velocity. if the velocity decreases, acceleration is in the opposite direction of velocity. ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരാള് ബൈക്ക് ഓടിച്ചു വരായിരുന്നു, ഇവിടുന്ന് അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ബ്രേക്ക് ചെയ്തു, വെലോസിറ്റി കുറഞ്ഞു. പക്ഷെ വെലോസിറ്റി അങ്ങോട്ടാണ്, വെലോസിറ്റി കുറഞ്ഞു. അപ്പൊ എങ്ങോട്ട് ആക്സലറേഷൻ? ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. അപ്പൊ ഇങ്ങോട്ട്. ഓക്കെ, ക്ലിയർ ആണ്? അപ്പൊ if the velocity increases, acceleration is in the same direction of velocity. if the velocity decreases, acceleration is in the opposite direction of velocity. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇനി ഞാനിവിടെ ചോദിക്കുന്നതിന്റെ കാര്യം പറയണം. നിങ്ങൾ സൈൻ കൺവെൻഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഗ്രാഫ് വരയ്ക്കാൻ അറിഞ്ഞൂടെ? ഗ്രാഫിനകത്ത് അതായത് ഇതുപോലെ ആക്സിസ് ഒക്കെ വരച്ചിട്ടാൽ ഇവിടെ മേലോട്ടുള്ള എല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് ആണ്, 1 2 3 4 അങ്ങനെ. ഇങ്ങോട്ടുള്ള എല്ലാം നെഗറ്റീവ് നമ്പേഴ്സ് ആണ് അല്ലേ? ഇങ്ങോട്ടുള്ള എല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് ആണ്, ഇങ്ങോട്ടുള്ള എല്ലാം നെഗറ്റീവ് ആണ് അല്ലേ? അപ്പോൾ ഇതാണ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. അപ്പം മേലോട്ടുള്ള എല്ലാം പോസിറ്റീവ്, താഴോട്ടുള്ള എല്ലാം നെഗറ്റീവ് ആണ്. നിങ്ങളുടെ ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി എടുക്കുക. ഫ്രീലി ഫോളിംഗ് ബോഡി എങ്ങോട്ടാണ് വീഴുന്നത്? താഴോട്ടാണ് വീഴുന്നത്. അതിൻ്റെ വെലോസിറ്റി കൂടുകയാണോ കുറയുകയാണോ? കൂടുകയാണ്. വെലോസിറ്റി കൂടുകയാണ്. അപ്പൊ ആക്സലറേഷൻ ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. വെലോസിറ്റി താഴോട്ടല്ലേ? അപ്പൊ ആക്സലറേഷനും താഴോട്ടാണ്. ഒന്നുകൂടെ, ഫ്രീലി ഫോളിംഗ് ബോഡി, ചക്ക വീഴുന്നു. ചക്ക എവിടെ നിന്ന് എങ്ങോട്ടാണ് വീഴുന്നത്? പ്ലാവിന്റെ മണ്ടയിൽ നിന്ന് താഴോട്ടാണ് വീഴുന്നത്. അപ്പൊ അതിന്റെ വെലോസിറ്റി കൂടി വരും. അപ്പൊ വെലോസിറ്റി കൂടി വരികയാണെങ്കിൽ ആക്സലറേഷൻ ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. അപ്പൊ ആ ചക്കയുടെ വെലോസിറ്റി താഴോട്ടാണ്, അപ്പൊ ആക്സലറേഷനും താഴോട്ടാണ്. ഓക്കെ, അപ്പൊ ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ആക്സലറേഷൻ എങ്ങോട്ടാ? താഴോട്ടാണ്. താഴോട്ടാണെങ്കിൽ സൈൻ കൺവെൻഷൻ അനുസരിച്ച് അതിന് നെഗറ്റീവ് കൊടുക്കണമെന്നാണ്. എന്ത് കൊടുക്കണമെന്നാണ്? നെഗറ്റീവ്. അപ്പൊ ഈ ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ആക്സലറേഷൻ ആയ ഇതിന് നെഗറ്റീവ് സൈൻ കൊടുക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അല്ലാതെ നമ്മൾ ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ മതി. ഇപ്പൊ തൽക്കാലം ഇത് ആലോചിച്ച് വയ്ക്കുക. ഇപ്പൊ എന്താണ്? സേ ഇഫ് ദ വെലോസിറ്റി ഇൻക്രീസസ്, ആക്സലറേഷൻ ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. എനി പ്രോബ്ലം? if the velocity decreases, acceleration is in the opposite direction of velocity. ഞാൻ ചോദിക്കുന്നതിന് മാന്യമായ ആൻസർ പറയണം. ഒരു ചക്ക താഴോട്ട് വീഴുകയാണ്, അതിന്റെ വെലോസിറ്റി കൂടുകയാണോ കുറയുകയാണോ? കൂടുകയാണ്. വെലോസിറ്റി എങ്ങോട്ടാണ്? താഴോട്ടാണ്. അപ്പൊ ആക്സലറേഷനും എങ്ങോട്ടാണ്? താഴോട്ടാണ്. ഓക്കെ, അപ്പൊ ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ആക്സലറേഷൻ എങ്ങോട്ടാ? താഴോട്ടാണ്. അപ്പോൾ സൈൻ കൺവെൻഷൻ കൊടുക്കുമ്പോൾ അതിന് എന്ത് സൈൻ കൊടുക്കണം? നെഗറ്റീവ്.
അപ്പോൾ ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ആക്സലറേഷൻ എന്താണ്? -9.8. ബുദ്ധിമുട്ടുണ്ടോ? ഇനി ഒരു സാധനത്തിനെ മേലോട്ട് എറിയുന്നു. ആൻസർ ഇപ്പം പറയണം, എനിക്കിപ്പോൾ ആൻസർ കിട്ടണം. നമുക്ക് സൗരവാണ് പറയേണ്ടത്. അതാ ഒരു സാധനത്തിന് ഒരു തേങ്ങ എടുത്ത് ഞാൻ മേലോട്ട് എറിയുന്നു. ഓക്കെ, അപ്പം അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്ത് വരും? കുറഞ്ഞു വരും. വെലോസിറ്റി എങ്ങോട്ടായിരുന്നു? മേലോട്ടാണ്. ഇനി ആ വെലോസിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പൊ ആക്സലറേഷൻ എങ്ങോട്ടാ? ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. അതായത് ആക്സലറേഷൻ എങ്ങോട്ടാ? താഴോട്ട്. മനസ്സിലായില്ല. തേങ്ങയെ എങ്ങോട്ടാണ് എറിഞ്ഞത്? മേലോട്ട്. ഓക്കെ, മേലോട്ട്. അപ്പൊ അതിന്റെ വെലോസിറ്റി എങ്ങോട്ടാ? മേലോട്ടാണ്. ഇനി തേങ്ങയുടെ വെലോസിറ്റി എന്ത് ചെയ്ത് വരും? കുറഞ്ഞു വരും. വെലോസിറ്റി കുറയുകയാണെങ്കിൽ ആക്സലറേഷൻ എങ്ങോട്ടാ? ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. ഇവിടെ വെലോസിറ്റി മേലോട്ടാണ്. അപ്പൊ ആക്സലറേഷൻ എങ്ങോട്ടെന്ന് എടുക്കണം? താഴോട്ട്. അതായത് താഴോട്ടിട്ട ബോഡിയുടെ കാര്യത്തിലും മേലോട്ടെറിഞ്ഞ ബോഡിയുടെ കേസിലും എന്താണ്? ആക്സലറേഷൻ എങ്ങോട്ടാണ്? താഴോട്ടാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നും കൂടെ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് പറയൂ. ഒന്നും കൂടെ. സേ, ഞാനൊരു സാധനത്തിന് താഴേക്ക് ഇട്ടു. സേ, shall I drop a body? So its velocity will increase. Okay, no doubt. Velocity will increase. Then the velocity is downwards. No problem. Then velocity downwards, velocity increases. Then what is the direction of acceleration? If velocity increases, acceleration is in the same direction of velocity. Here velocity increases, then velocity is in the downward direction. So acceleration is also downwards. No problem. Then shall I throw an object upwards? So velocity is upwards. Then what happens to the velocity? Velocity decreases. Velocity decreases. Then what is the direction of acceleration? Acceleration is in the opposite direction of velocity. That is, acceleration is downwards. പേടിക്കാതെ സിമ്പിളായിട്ട് ഒന്നുകൂടെ പറ. എന്താണ്? ഒരു സാധനത്തിനെ എടുത്ത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങോട്ട് പോവും? താഴോട്ട് പോവും. അപ്പൊ വെലോസിറ്റി എങ്ങോട്ടാ? താഴോട്ടാണ്. ഇനി ആ വെലോസിറ്റി കൂടുവോ കുറയോ? കൂടും. ഇനി വെലോസിറ്റി കൂടിയാൽ ആക്സലേഷൻ എങ്ങോട്ടാ? ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. ഇപ്പൊ ഇവിടെ വെലോസിറ്റി താഴോട്ടല്ലേ? അപ്പൊ ആക്സലേഷനും താഴോട്ടാണ്. ഇനി ഒരു സാധനത്തിന് മേലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പറയൂ? മേലോട്ട് എറിയുമ്പോഴത്തേക്ക് അതിന്റെ വെലോസിറ്റി എങ്ങോട്ടാ? മേലോട്ട്. ആ വെലോസിറ്റി കൂടുവോ കുറയോ? കുറയും. അപ്പൊ ആക്സലേഷൻ എങ്ങോട്ടാ? ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. അതായത് ആക്സലേഷൻ താഴോട്ട്. അപ്പോ മേലോട്ടെറിഞ്ഞ സാധനത്തിന്റെ ആക്സലേഷനും താഴോട്ടാണ്. ഇനി ഡ്രോപ്പ് ചെയ്ത സാധനത്തിന്റെ ആക്സലേഷനും താഴോട്ടാണ്. ഓക്കെ ആണേ? ഇനി ഞാൻ ഇത് പറയാം. സി, സൈൻ കൺവെൻഷൻ ആണ്. താഴോട്ടുള്ള എല്ലാത്തിനെയും നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കും, മേലോട്ടുള്ള എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് എടുക്കും. എനിക്ക് പറഞ്ഞു തരുമോ? സോ ലിസൺ, ഞാനിപ്പോൾ എടുക്കുന്നത് ഏത് ബോഡിയാണ്? ഫ്രീലി ഫോളിംഗ് ബോഡിയാണ് എടുക്കുന്നത്. പറയൂ. സോ ഫ്രീലി ഫോളിംഗ് ബോഡി. സോ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി? ഡൗൺവേർഡ്സ്. സി, വിൽ ദ വെലോസിറ്റി ഇൻക്രീസ് ഓർ ഡിക്രീസ്? Increase. So what is the direction of acceleration? In the same direction of velocity. That is downwards. So for freely falling body, acceleration is 9.8. You know, it is downwards. So you must give what sign? Negative sign. Now, see what type of acceleration it gets? It gets uniform acceleration. So for a freely falling body, what type of acceleration? Uniform acceleration. Acceleration is always the same value. So shall I plot a graph? So listen, I am plotting a graph, time and acceleration. See, starting time, the acceleration is -9.8. 1 second, acceleration is -9.8. 2 second, acceleration -9.8. 3 second, acceleration -9.8. 4 -9.8. See, always the acceleration is same. So what type of acceleration? Uniform acceleration. Am I right? Shall I plot a graph? See, I am plotting a graph. This is a time axis. This is acceleration. Okay? Then here, see, -1, -2, -3, like that. See, here, suppose the value is -9.8. What is this value? -9.8. Then, see, starting time, first second, second, third, fourth, fifth, like that. See, what is the first value? 0 minus 9.8. This is the point. 1 minus 9.8. Okay. Then 2 minus 9.8. 3 minus 9.8. See, 4 minus 9.8. So if I join these points, I will get a straight line graph. See, this is parallel to time axis. It is parallel to time axis. So what is this?
This is a acceleration time graph for freely falling body. നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ആക്സലറേഷൻ ടൈം ഗ്രാഫ്? ആക്സലറേഷനെയും ടൈമിനെയും കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഗ്രാഫിന്റെ പേരാണ് ആക്സലറേഷൻ ടൈം ഗ്രാഫ്. നമ്മളിപ്പോൾ വരച്ചത് ആരെയാണ്? ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ആക്സലറേഷൻ ടൈം ഗ്രാഫാണ് വരയ്ക്കുന്നത്. ഒന്നുമില്ല. എന്താണ്? ഒരു സാധനത്തിന് എടുത്ത് താഴോട്ടിടുക, ആ സാധനമാണ് ഫ്രീലി ഫോളിംഗ് ബോഡി. ഈ താഴോട്ടിടുന്ന സാധനത്തിന്റെ വെലോസിറ്റി താഴോട്ടല്ലേ ആണ്, ആ വെലോസിറ്റി കൂടിയല്ലേ വരുന്നത് ആണ്. അപ്പൊ ആക്സലറേഷൻ എങ്ങോട്ടാണ്? ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. അപ്പൊ ആക്സലറേഷൻ താഴോട്ടാണ്. ആ ആക്സലറേഷന്റെ ആൻസർ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 9.8. ഇനി ആ ആക്സലറേഷൻ താഴോട്ടായതുകൊണ്ട് അതിന് എന്ത് സൈൻ കൊടുക്കുന്നു? നെഗറ്റീവ്. ഓക്കെ. ഇനി അപ്പോൾ സ്റ്റാർട്ടിംഗ് ടൈമിലും ഒന്നാമത്തെ സെക്കൻഡിലും രണ്ടാമത്തെ സെക്കൻഡിലും എപ്പോഴും ഒന്ന് നോക്കിയപ്പോഴും ആക്സലറേഷൻ്റെ ആൻസർ സെയിം ആണ്. അപ്പോൾ വാട്ട് ടൈപ്പ് ഓഫ് ആക്സലറേഷൻ? യൂണിഫോം ആക്സലറേഷൻ. അതൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചതാ. അപ്പോൾ ഈ വാല്യൂ എപ്പോഴും ആക്സലറേഷൻ്റെ ആൻസർ സെയിം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗ്രാഫ് വരച്ചാൽ യു വിൽ ഗെറ്റ് എ സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ്. സോ ഗ്രാഫ് വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. ഇനി ഒരാൾ ഈ ഗ്രാഫിനെ ഇങ്ങനെ വരച്ചാൽ ശരിയാണോ എന്ന് പറയണം. ഒരാൾ ഈ ഗ്രാഫിനെ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ വരച്ചാൽ ശരിയാണോ? ന്യായമായിട്ട് തെറ്റാണ്. ഓക്കെ, ഇവിടെ പോസിറ്റീവ് വാല്യൂ ആണ്. പക്ഷേ അയാൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ -9.8 എന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നതെങ്കിലോ എപ്പോഴും നോക്കിയാലും -9.8. ഇപ്പൊ ഗ്രാഫ് ഇങ്ങനെയും വരച്ചൂടെ? ഇപ്പൊ ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ആക്സലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ കറക്റ്റ് ആൻസർ ഇത് തന്നെയാണ്. അപ്പൊ ഒരാളിന് വേണമെങ്കിൽ ന്യായീകരിച്ച് ഇത് വരച്ചാലും ശരിയാണ്. അപ്പൊ അയാൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്? -9.8 എന്നാണ്. ഓക്കെ, ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? സോ ഒന്നുകൂടെ പറയൂ. സോ വാട്ട് ഡു യു നോ അബൌട്ട് ഫ്രീലി ഫോളിംഗ് ബോഡി? Freely falling body. For a freely falling body, what type of acceleration? Uniform acceleration. Freely falling body is moving in which direction? Downwards. Then so its velocity is downwards. Velocity increases or decreases? Increases. Then so when velocity increases, what is the direction of acceleration? In the same direction of velocity. So acceleration is downwards. So as acceleration is downwards, it must be given negative sign. So what is the answer of that acceleration? 9.8. So your answer is -9.8. So always -9.8. So if you plot a graph will be like this. Then see a person can draw the graph like this also. It is also true, but the sharp one is this one. Okay. Then അപ്പോൾ ഇവിടെ എന്താണ് അയാൾ ഉദ്ദേശിച്ചത്? ഈ സ്ഥലത്തെല്ലാം -9.8. ഇവിടെ -9.8 എന്ന് എടുത്ത് വരച്ചു കഴിഞ്ഞാൽ you will get a graph like this. Okay ആണോ?